ഫ്ലേവർ ഫിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധുരമുള്ള പോപ്സിക്കിൾ കഴിച്ച് മടുത്തവർക്ക് ഇതായി മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ എരിവുള്ള ഒരു കിടിലൻ സാധനം, ചിക്കൻ പോപ്സിക്കിൾ. ഈ ഡിഷിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ബോൺലെസ് ചിക്കൻ ഒരു 400 ഗ്രാം വേണം. അത് എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഈ കട്ട് ചെയ്ത പീസൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഈ ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാള അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ ഇഞ്ചി എന്നിവ ചേർക്കുക. അതിലേക്ക് നിങ്ങളെ എരിവ് അനുസരിച്ചിട്ട് ഒരു 3-4 പച്ചമുളകും കൂടി ചേർക്കുക. നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അവസാനമായി ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സ് കയ്യിൽ എണ്ണ തടവി പോപ്സിക്കിളുടെ ഷേപ്പാക്കി എടുക്കുക. എല്ലാം പോപ്സിക്കിളുടെ ഷേപ്പാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. ഈ പോപ്സിക്കിൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ വെള്ളം, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച പോപ്സിക്കിൾ എടുത്തിട്ട് എഗ് മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. അവസാനമായി ഈ പൊതിഞ്ഞു വെച്ച പോപ്സിക്കിൾ ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഉള്ളു വേവാതെ പുറം മാത്രം കരിഞ്ഞു പോകും. ഇപ്പം നമ്മൾ പോപ്സിക്കിൾ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സ്റ്റിക്ക് വെച്ച് അതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ മഴക്കാലത്ത് ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ സാധനമാണ് മക്കളെ. എല്ലാവരും ഉണ്ടാക്കിക്കോളി, പള്ളം നിറച്ചും കഴിച്ചോളി.